മങ്കട മണ്ഡലത്തിൽ 528 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് മഞ്ഞളാംകുഴി അലി എം.എൽ.എയുടെ ഫ്ലക്സ് ബോർഡുകൾ. ജനങ്ങൾക്ക് എന്തു ചെയ്യണമെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളാണെന്ന് എം.എൽ.എയുടെ വിശദീകരണം. നേതൃത്വം സ്ഥാനാർത്ഥിയാവണമെന്ന് പറഞ്ഞാൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന രീതി ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്നും മഞ്ഞളാംകുഴി അലി എം.എൽ.എ മലബാർ ന്യൂസിനോട് പറഞ്ഞു. മഞ്ഞളാംകുഴി അലി എം.എൽ.എ 528 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കിയെന്ന ഫ്ലക്സ് ബോർഡുകൾ മങ്കട മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണാം. ജനങ്ങൾക്ക് എന്തു ചെയ്യണമെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ചെയ്ത 528 കോടി രൂപയുടെ പദ്ധതികളാണെന്ന് മഞ്ഞളാംകുഴി അലി എം.എൽ.എ വിശദമാക്കി. 297 റോഡുകൾ, 23 സ്കൂൾ കെട്ടിടങ്ങൾ, 6 ആശുപത്രി കെട്ടിടങ്ങൾ, 7 സർക്കാർ ഓഫീസ് കെട്ടിടങ്ങൾ, 5 കളിസ്ഥലങ്ങൾ, 25,000 കുടിവെള്ള കണക്ഷൻ നൽകിയത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഇതിൽ പെടുമെന്ന് എം.എൽ.എ പറഞ്ഞു. എന്താണ് അത്യാവശ്യം അവർ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 528 കോടി രൂപയുടെ പദ്ധതികളെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അതിൽ ഏകദേശം 297 സ്കൂൾ കെട്ടിടങ്ങൾ റോഡുകളുണ്ട്. 297 റോഡുകളുണ്ട്. സ്കൂൾ കെട്ടിടങ്ങൾ 23 LP സ്കൂള്, ഹൈസ്കൂള് അങ്ങനെയുള്ള നോക്കുമ്പോൾ 23 സ്കൂൾ കെട്ടിടങ്ങളുണ്ട്. പൊതു കെട്ടിടങ്ങൾ, ഗവൺമെൻറ് മറ്റുള്ള ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾ 7 ഉണ്ട്. പാലങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള പാലങ്ങൾ 7 ഉണ്ട്. ആശുപത്രി കെട്ടിടങ്ങൾ 6 ഉണ്ട്. മങ്കടയിലും പുഴക്കാട്ടിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 6 ആശുപത്രി കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാർക്ക് വേണ്ടി 5 കളിക്കളങ്ങളും. എവിടെ ചെല്ലുകയാണെങ്കിലും ചെറുപ്പക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം കളിക്കളങ്ങൾ വേണമെന്നായിരുന്നു. അപ്പോൾ അതിന് 5 കൊടുത്തു. പിന്നെ എല്ലാ വാർഡുകളിലും ഓരോരോ മിനിമാസ് ലൈറ്റുകൾ കൊടുത്തു. 157 ലൈറ്റുകളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തിനിടയിൽ നമ്മൾ ഇതിലൂടെ വെച്ചത്. അതുപോലെ തന്നെ വാട്ടർ കണക്ഷൻ 25,000 വീട്ടിലേക്ക് കണക്ഷൻ കൊടുത്തു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല, വലിയ സന്തോഷകരമായിട്ടൊരു കാര്യം. അതിനുവേണ്ടി ആത്മാർത്ഥമായി എൻ്റെ കൂടെ എൻ്റെ പ്രവർത്തകരും നമ്മുടെ നേതാക്കന്മാരും ഒക്കെ ആത്മാർത്ഥമായി നിന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, പഞ്ചായത്തുകളൊക്കെ നിന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും വലിയ ഒരു കാര്യം നമുക്ക് വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കാൻ കഴിയും. 360 കോടി രൂപ കേന്ദ്ര സർക്കാർ ഫണ്ടാണ്, ബാക്കി സംസ്ഥാന സർക്കാരിൻ്റേതും. എന്നാൽ നിരന്തരമായ വലിയ ശ്രമത്തിന്റെ ഫലമായാണ് ഇതെല്ലാം അനുവദിച്ചതെന്ന് മഞ്ഞളാംകുഴി അലി എം.എൽ.എ വ്യക്തമാക്കി. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുണ്ട്, സംസ്ഥാന സർക്കാരിന്റെ ഉണ്ട്. ഇപ്പം ഈ 528 കോടി രൂപയിൽ ഏകദേശം 360 കോടി രൂപയും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണ്. ബാക്കിയുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട്. സംസ്ഥാന സർക്കാർ എം.എൽ.എ ഫണ്ടായിട്ട് തരുന്നു, ഫ്ലഡായിട്ട് തരുന്നു, അങ്ങനെ പലതുണ്ട്. അപ്പൊ ഇത് എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഈ 528 കോടി രൂപ. ഭരണത്തിലല്ല, ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു എം.എൽ.എ ആണ്. എന്നിട്ടും മന്ത്രിമാരെ നിരന്തരം കണ്ട് നിയമസഭയിൽ പല പ്രമേയങ്ങൾ കൊണ്ടുവന്ന് അവരോട് നമ്മുടെ സബ്മിഷൻ കൊണ്ടുവന്ന്, അതുപോലെ തന്നെ ചോദ്യോത്തര സമയത്ത് ഇതിനു വേണ്ടി ആവശ്യപ്പെട്ട് നേരിട്ട് കണ്ട് സംസാരിച്ച് എഴുത്തുകൾ കൊടുത്തൊക്കെയാണ് ഞങ്ങൾ പല പ്രാവശ്യം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ സംഖ്യ കൊണ്ടുവരാൻ കഴിഞ്ഞത്. അത് അത്യാവശ്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ കുറേ വികസനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. നേതൃത്വം സ്ഥാനാർത്ഥിയാവണമെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും എന്നാൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന രീതി ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്നും മഞ്ഞളാംകുഴി അലി എം.എൽ.എ പറഞ്ഞു. അല്ല, നേതൃത്വം പറയുന്നത് തന്നെയാണ് തീരുമാനിക്കുന്നത്, ഒരു സംശയമില്ലല്ലോ. നേതൃത്വം നിൽക്കണം എന്ന് പറഞ്ഞാൽ വീണ്ടും മത്സരിക്കാം. അതല്ലാതെ എൻ്റെ ഒരു ഉത്തരവാദിത്തം ഇതിലല്ലത്. ഒരാളോട് ഞാൻ ഒരു സംഗതി ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇതുവരെ ആവശ്യപ്പെട്ടില്ല, ഇനി ആവശ്യപ്പെട്ടില്ല. എന്നെ മത്സരിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ചെയ്യണം. അവർക്ക് തോന്നുകയാണ് ഞാൻ ഇവിടെ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ തിരക്കെല്ലാം തോന്നുകയാണെങ്കിൽ അവർ പറയും. അല്ല, ഞാൻ എന്നെ മത്സരിപ്പിക്കണം ഞാൻ ആരോടും പറയുന്നൊരു കാര്യമില്ലല്ലോ. അതിൻ്റെ നേതൃത്വത്തിന് കൃത്യമായിട്ട് അറിയാം, എന്തൊക്കെയാണ് കംപ്ലീറ്റ് ആയിട്ട് അറിയുന്നത്. അവരുടെ ഡിസിഷൻ തന്നെയാണ് ഫൈനൽ, അതായിരിക്കും പറഞ്ഞു. എത്ര ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും ഓരാടംപാലം മാനത്തമംഗലം ബൈപ്പാസ് റോഡ് പദ്ധതി മാത്രമാണ് നടക്കാതെ പോയത്. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ തീർച്ചയായും ഈ ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നും എം.എൽ.എ പറഞ്ഞു. കഴിവിന്റെ പരമാവധി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. ഒരു ബൈപ്പാസ് പല പ്രാവശ്യം നിയമസഭയിൽ അതിനെ സബ്മിഷൻ കൊണ്ടുവന്നു, പല പ്രാവശ്യം മന്ത്രിമാരെ കണ്ട് സംസാരിച്ച് ചോദ്യോത്തരങ്ങൾ കൊണ്ടുവന്നു. പല LDFന്റെ നേതാക്കന്മാർ അവിടെയുള്ള PWD മന്ത്രിമാരെ നേരിട്ട് കണ്ടു. ഇപ്പോൾ പാലോടിയാണല്ലോ ഒരാളും, അദ്ദേഹം പോയി കണ്ടു. ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരുന്ന സമയത്ത് അദ്ദേഹം പോയി കണ്ട് അവരോടൊക്കെ സംസാരിച്ച് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. 1 വർഷത്തിനകം പൂർത്തിയാവുമെന്ന് പറഞ്ഞു. ശശികുമാർ MLA ആയിരുന്നു, പഴയ MLA ആയിരുന്നു. അദ്ദേഹം പാർട്ടിയുടെ നേതാവാണ്, അദ്ദേഹം പോയി കണ്ട് സംസാരിച്ചു. അങ്ങാടിപ്പുറത്തുള്ള കുറച്ച് നേതാക്കന്മാരൊക്കെ കൂടി പോയി പല പ്രാവശ്യം സംസാരിച്ചു. ഇപ്പൊ വരും എന്ന് പറയാന്നല്ലാതെ എല്ലാ പോലും അവർക്ക് അനക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ഒരു സംശയമില്ല, UDF അധികാരത്തിൽ വന്നാൽ അത് വളരെ കൃത്യമായി പെട്ടെന്ന് തന്നെ അതിന്റെ പരിപാടി ഞങ്ങൾ ആരംഭിക്കും, അത് പൂർത്തീകരിക്കും. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം.
ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.